ഐശ്വര്യമായിട്ട് പിടിച്ചാണ്. ചേട്ടാ എന്താണ് നമ്മുടെ ഷോപ്പാണോ? ഇത് 2 കിഴക്ക് ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. അല്ല നടക്കട്ടെ ഉദ്ഘാടനം നടക്കട്ടെ. കണ്ട ചേട്ടാ ഈ കുടുംബശ്രീനൊന്ന് അറിയിച്ചിട്ടൊന്ന്. നിങ്ങൾ എന്താ ഇവിടെ എപ്പിസോഡ് നിനക്ക് ഇന്നാലും അങ്ങോട്ട് തന്നെ നോട്ടം ഇവിടെ ഇത്ര കൊണ്ടുവന്നപ്പോ ഇത് ഞാനും എന്റെ ലക്ഷ്യം ചേർന്നുകൊണ്ട് ഈ കിഴങ്ങോത്സവം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാം. പിടിച്ചോ. അയ്യോ ഈ കട ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ഉദ്ഘാടനം 1 മില്യൺ ആൾക്കാർ കണ്ടോളൂ. നോക്കിയോ. ലക്ഷ്മി എന്ന് സോറി. സംഭവം വേറൊന്നുമില്ല, അന്തിക്കുരുടാണ്. ആളെ മനസ്സിലായില്ല, ഇപ്പോഴാണ് കിട്ടിയത്. അല്ല ഒരു മിനിറ്റ്, എഡിറ്ററിന്റെ ശ്രദ്ധയ്ക്ക് ഞാൻ ഇടയ്ക്ക് ലക്ഷ്മി എന്ന് അറിയാതെ വിളിച്ചാൽ എഡിറ്റ് ചെയ്ത് കളയാണ്. അലിച്ച് പറയൂ. നമുക്കൊരു കോഫി കുടിച്ചിട്ട് തുടങ്ങിയാലോ ഗെയിം? അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം സോങ് ആയാലോ? അല്ല, നമ്മൾ ഇത്രയും പേരുള്ളപ്പോ ബാക്കിയെല്ലാം പറഞ്ഞു വിട്ടതാണ്. നമ്മുടെ ലക്ഷ്മി നക്ഷത്രം നമ്മുടെ പരിപാടിയുടെ ഹോസ്റ്റ് എവിടെ? വേണ്ട, അത് ഇൻ ഗോസ്റ്റ് ഹൗസ്. ചന്ത പോലെ കിടന്ന് അലക്കി കുറെ പെണ്ണുങ്ങളെ. സത്യം പറഞ്ഞ അവരുടെ ഒരു സ്പിരിറ്റും അവരുടെ ഒക്കെ സന്തോഷം കണ്ടപ്പോഴാണ് ഞാൻ ഈ പരിപാടിക്ക് വരാന്ന് വിചാരിച്ചത്. ഇതിന്റെ റൈറ്റിംഗ് ഒന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് മാറ്റാൻ ഓർത്തിരിക്കുക. പലതും പറഞ്ഞോണ്ടിരിക്കും. നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? അതായത് നമ്മളെ ഫസ്റ്റ് ഇപ്രാവശ്യം നമ്മൾ 4, 3, 7 പേർക്ക് ഒരു കാമുകി വരുന്നു. അവരുമായിട്ട് പാടി ഉല്ലസിച്ച് ഒരു എപ്പിസോഡ് അങ്ങ് പോകുന്നു. അത്രേ ഉള്ളൂ. ഇടയ്ക്ക് പരസ്യം പോലും വേണ്ട. ഇത് അനൗൺസ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? നമ്മൾ തന്നെ വേണ്ട, നമുക്ക് അനൗൺസ് ചെയ്യാം. നമ്മുടെ ഗെയിമിന്റെ പേര് മരുഭൂമിയിലെ പൂക്കാലം. തുടങ്ങിയാലോ നമുക്ക്? അല്ലെങ്കിൽ ഞങ്ങൾ ക്ലിഞ്ഞാപ്പിടും. അതൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അർത്ഥമുള്ള പേരുകൾ മാത്രം പറയല്ലേ. വരണമെങ്കിൽ വന്ന് കണ്ടിട്ട്. മൈ ഡിയർ ബ്രദേഴ്സ്. ഞാനാ പിന്നെ ഞങ്ങളാ തങ്കച്ചന്റെ സ്വന്തം ചേട്ടനാന്നല്ലേ പറഞ്ഞേ? തങ്കച്ച പറഞ്ഞേട്ടാ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങൾക്കെല്ലാം ഞാൻ സഹോദരനാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. മരുഭൂമിയിലെ പൂക്കാലം. വീണ്ടും അങ്ങോട്ട് ഉല്ലസിക്കാം.
ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒന്നോ? പെൺകുട്ടി ഗസ്റ്റ് ആയിട്ട് വരുമ്പോ വന്ന് കേറുമ്പോ തന്നെ ഇങ്ങനെയാണോ നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി കാണിക്കണ്ടേ? ആ കുട്ടിക്ക് ഒരു പിന്നെ മനസ്സമാധാനം. അല്ലാതെ അതിപ്പോ എന്തിനാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്? ലിച്ചിക്ക് ശ്വാസം വിടാനുള്ള ഒരു അവസരം. എവിടെയായിരുന്നു എപ്പിസോഡ് തീർന്നു എവിടെ പോയി? വിളിച്ചു പോയതല്ലേ വരായിരുന്നില്ലേ? നമ്മളൊരു സെക്കൻഡ് അവിടെ ഇരുന്നപ്പോഴേക്കും ഞങ്ങളെ അവര് കുടുംബശ്രീയാക്കി. അല്ല, ലക്ഷ്മി എന്ന് വിളിച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത് കളയാൻ അല്ലേ ലിച്ചി? അറിയാതെ വീണുപോയി. തനിമുഖം ലക്ഷ്മി, ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇപ്പോഴാണ് മനസ്സിലായി നിന്റെ വില. ബുദ്ധിമുട്ടല്ലേ? ലക്ഷ്മി വളരെ ആപ്റ്റായ ഒരു വേഷമാണ് ചെയ്തത്. മുകേഷിന്റെ അമ്മയായിട്ട് ഒരു വന്നിട്ട് കുഴപ്പമില്ല. അതെ, ഗംഭീരമായി അടിപൊളി. വയസ്സാം കാലത്തും 17കാരനായിട്ടുള്ള പൂവാലിനായിട്ട് അഭിനയിക്കാനുള്ള ആ ഒരു തന്റെ പക്ഷേ ലക്ഷ്മി താങ്ക് യു. വേറെ ഏതെങ്കിലും 7 വർഷത്തിന്റെ ഇടയ്ക്ക് ഇത്ര എൻജോയ് ചെയ്തിട്ടില്ല ഞാൻ. അല്ല, അത് പറയാൻ വരെയായിരുന്നു. അല്ല ഗേൾസ്, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കിടന്ന് അതല്ല, എന്റെ അപ്പന്റെ പ്രായമുള്ള ചേട്ടന്മാരുടെ കൂടെ ഹുഫ്. അതാണ് സാറല്ല, ഇനി കുറച്ചു നേരം അമ്മയുടെ പ്രായമുള്ള പിള്ളേരുടെ കളിച്ചു. അല്ല, എന്തായാലും ലിച്ചിക്ക് ഒരു സ്പെഷ്യൽ താങ്ക് യു ഉണ്ട്. കാരണം ലിച്ചി വന്നതുകൊണ്ടാണ് ഈ 7 വർഷം മുതലുള്ള ഇപ്പോഴത്തെ മുഖംമൂടി ചേട്ടന്മാരുടെ അഴിഞ്ഞു വീണത്. അവരുടെ തനി നിറം ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായല്ലോ. ലിച്ചി, വെൽക്കം ടു സ്റ്റാർ മാജിക്. അപ്പോ നിങ്ങളൊക്കെ ഡാൻസെങ്കിലും കളിച്ചു. ഗ്യാപ്പ് തരണ്ടേ?